guys, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് OnePlus പുറത്തിറക്കുന്നവരുടെ OnePlus 9RTയുടെ ഒരു അൺബോക്സിങ്ങും എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനും ഒരു ഷോർട്ട് റിവ്യൂവും കൂടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് 12GB 256 വേരിയൻ്റ് ആണ്. സോ നമുക്ക് നേരെ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ റിവ്യൂയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ OnePlus 9RTയുടെ ബോക്സിംഗ് പാക്കേജ്. സെയിം നമ്മുടെ OnePlusന്റെ സീരീസിൽ കണ്ട അതേ റെഡ് ബോക്സിംഗ് പാക്കേജ് ആണ്. ടിപ്പിക്കൽ OnePlus ബോക്സിംഗ് പാക്കേജ് ആണ്. ബാക്കിലായിട്ട് തന്നെ ഓപ്പൺ എന്ന് പറയുന്നത് നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട്. അത് പ്ലാസ്റ്റിക് റാപ്പിംഗ് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പതുക്കെ ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പിംഗ് എല്ലാം എടുത്ത് കളയാം. ഫ്രണ്ടിൽ അങ്ങ് മുകളിലായിട്ടാണ് OnePlus 9RT ഇത് കൊടുത്തിരിക്കുന്നത്. ഹാസൽബ്ലാഡിൻ്റെ ഒരു ലോഗോയും ഞാൻ ഈ ഒരു ബോക്സിൻ്റെ അത് കണ്ടില്ല. സോ നമുക്ക് ബോക്സ് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്യുന്നിടത്ത് ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മെയിൻ യൂണിറ്റ്, അതായത് നമ്മുടെ OnePlusന്റെ OnePlus 9RT പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡിവൈസ്. സോ നമുക്ക് ഡിവൈസിനെ എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് കിട്ടുന്നൊരു സോഫ്റ്റ് സിലിക്കൺ കേസാണ്. പിന്നെ നമുക്കൊരു USB Type-C കേബിൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. ഇത് വാപ്പ് ചാർജറാണ്. നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ഉള്ളൊരു ചാർജറാണ്. ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിയുള്ള മാനുവൽ ഇൻസ്ട്രക്ഷൻ, യൂസർ ഗൈഡ്സ്, സ്റ്റിക്കറൊക്കെ തന്നിരിക്കുന്നത് ആ ബോക്സിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇവിടെയായിട്ട് തന്നെ അത് വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് OnePlusൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നല്ല റെഡ് കളറാണ് കേട്ടോ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത് നമ്മുടെ സിമുലേറ്റർ പിന്നുള്ള ഒരു യൂസർ ഗൈഡാണ്. ഇത് OnePlusൻ്റെ ഒരു ലെറ്ററാണ്. ചൈനീസിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ യൂസർ ഗൈഡ്, വാറണ്ടി പേപ്പർ, OnePlusൻ്റെ ഒഫീഷ്യൽ സ്റ്റിക്കേഴ്സ്, ഇത്രയും മാത്രമാണ് ബോക്സിൻ്റെ നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്, അതായത് OnePlus 9RT. സോ ഇതിൻ്റെ ബാക്ക് ക്യാമറ മോഡ്യൂൾ ഇരിക്കുന്നത് സെയിം നമ്മുടെ OnePlus 9 സീരീസിലുള്ള എല്ലാ ഫോണിൻ്റെയും കണക്കാണ്. നോഡിനെ നോക്കിയാലും അതിൻ്റെ ഒരു കട്ടുണ്ട്. പക്ഷേ ഇവിടെ 3 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും നാൾ ഈ 9 സീരീസിലെ ഒരു ഫോണും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 9 സീരീസ് ആയാലും നോഡ് 2 ആയാലും അതിൻ്റെ ഡിസൈൻ വൈസിലും ബിൽഡ് ക്വാളിറ്റിയിലും ഞാൻ ഒട്ടും ഇംപ്രസ്ഡ് അല്ല. ബിൽഡ് ക്വാളിറ്റിയിൽ ഇംപ്രസ്ഡ് ആണ്, പക്ഷേ ഡിസൈൻ വൈസ് ക്യാമറ മോഡ്യൂൾ ഭയങ്കര ബോറായിട്ട് തോന്നി. പക്ഷേ OnePlus 9RTയുടെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ക്യാമറ മോഡ്യൂൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 വലിയ ക്യാമറ പിന്നെ ഒരു ചെറിയ ക്യാമറയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക് ഗ്ലാസ് ആണ് വരുന്നത്. ഫുൾ ഗ്ലാസ് ബിൽഡാണ്. സൈഡൊക്കെ നല്ല കർവ്ഡും നല്ല കോർണിങ് എഡ്ജസും നമുക്ക് തന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഡിസൈനാണ് സൈഡിലൊക്കെ തന്നിട്ടുള്ളത്. അതോടൊപ്പം ഈ ഒരു കളർ സിൽവർ കളറാണ്. താഴ്ഭാഗത്തൊരു സിം സ്ലോട്ട്, പ്രൈമറി മൈക്ക്, ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, അതോടൊപ്പം നമുക്ക് രണ്ടൊരു വരയും കൂടെ നൽകിയിട്ടുണ്ട്. അത് എല്ലാ OnePlus സ്മാർട്ട് ഫോൺസിലും കാണുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ വോളിയം കീ, മുകളിലായിട്ട് നമ്മുടെ സെക്കൻഡറി മൈക്ക് കാണാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പവർ ബട്ടണും അതോടൊപ്പം നമ്മുടെ അലർട്ട് സ്ലൈഡറും ഇരിപ്പുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിലും കമ്പനി അലർട്ട് സ്ലൈഡ് നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം. എന്തായാലും നല്ല കിടിലൻ ഒരു അലർട്ട് സ്ലൈഡും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം. സോ സ്മാർട്ട് ഫോൺ ബൂട്ടപ്പായി വന്നിട്ടുണ്ട്. സോ ചൈനീസ് ആണ് ഫുള്ള് വരുന്ന ലാംഗ്വേജ് സഹിതം ഫുൾ ചൈനീസ് ആണ്. ഇതിൻ്റെ അകത്ത് ചൈനീസാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ഫോണ് ഓക്സിജൻ ഓയിസിലല്ല ചൈനയിൽ റൺ ആവുന്നത്, കളറോയിസ് 11ലാണ് റൺ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലേക്ക് ഇവർ ഇറക്കുമ്പോൾ എന്തായാലും ഓക്സിജൻ ഓയിസ് 11 അല്ലെങ്കിൽ 12 ആയിരിക്കും കൊണ്ടുവരുന്നത്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ കളറോയിസ് മിക്സ്ഡ്, ചിലപ്പോൾ അല്ല 100% കൺഫേംഡ് ആണ്. കളറോയിസും കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തുള്ള ഓക്സിജൻ ഓയിസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഫോണിൻ്റെ അകത്ത് കളറോയിസിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അപ്പോൾ കളറോയിസ് 11 ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഐക്കൺ പാക്സും കാര്യങ്ങളും അതോടൊപ്പം സോഫ്റ്റ്വെയർ ഫുള്ള് OnePlusൻ്റെ അല്ല, ഫുള്ള് ഓപ്പോയുടെ ഒരു മയം കൊണ്ടുവന്നിട്ടുണ്ട്. സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ സെയിം നമ്മുടെ ഓപ്പോ ഡിവൈസസ് കാണുന്നത് തന്നെ അതിൻ്റെ ഇൻഫർമേഷൻ, അതിൻ്റെ മെമ്മറി, അതോടൊപ്പം റാം എല്ലാം കിട്ടുന്നുണ്ട്. കളറോയിസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, വിർച്വൽ റാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. ചൈനീസ് യൂണിറ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ചൈനീസ് സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്, കളറോയിസ് ഉള്ളതാണ് ബൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇത് ഗ്ലോബൽ വേരിയൻറ്റ് ബൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. യൂറോപ്പിൽ ഇറങ്ങിയ സെയിം വേരിയൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. വിത്ത് കളറോയിസ് ആണ്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോയി ബൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ കളറോയിസ് കൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും ഓപ്ഷൻസും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കളർ എൻഹാൻസ്മെൻറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് തന്നെ സ്മാർട്ട് ഫോൺ നൽകിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു ക്യാമറ ഒപ്റ്റിമൈസ്ഡും കൂടെയാണ് വരുന്നത്. സോ എന്താ പറയുക, റിയൽമി സ്മാർട്ട് ഫോൺസിലും ഓപ്പോ സ്മാർട്ട് ഫോൺസിലും കാണുന്നല്ലോ അവരുടെ തന്നെ ഒരു സ്റ്റോക്ക് ക്യാമറയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. OnePlusൻ്റെ സ്റ്റോക്ക് ക്യാമറയല്ല. ഇന്ത്യയിലേക്ക് വരുമ്പോഴും സ്റ്റോക്ക് ക്യാമറ മാറുന്നതായിരിക്കും. സെയിം നമ്മുടെ കളറോയിസ് സ്റ്റോക്ക് ക്യാമറ ആയിരിക്കും നമുക്ക് ഇന്ത്യയിലും കൊണ്ടുവരുന്നത്. സോ സ്മാർട്ട് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ബേസ് എല്ലാം നോക്കി ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇനിഷ്യലായിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കാം.
സോ സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ പറഞ്ഞ സമയത്ത് നമ്മുടെ OnePlus 9RT ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും തന്നെയാണ്. നല്ല രീതിയിലുള്ള ഒരു ഗ്ലാസ് ഫിനിഷാണ് കമ്പനി ബാക്കിൽ തന്നിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂളും കൂടെയാണ് ബാക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പ്ലേസ്മെൻറ്റ് തന്നെ കമ്പനി ഒരു ഫോണിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്ക് ഗ്ലാസ് എക്സാക്റ്റ് അവരുടെ കഴിഞ്ഞ വർഷത്തെ OnePlus 8 അതേ ഒരു ഗ്ലാസ് ഫിനിഷ് തന്നെയാണ് ഈ ഒരു ഫോണിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും പതിയുന്നില്ല. ആ ഒരു ഇഷ്യൂ ഈ ഒരു ഫോണിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് നല്ല രീതിയിൽ പതിയുന്നുണ്ട്, പക്ഷെ നല്ല രീതിയിൽ പതിയുന്നില്ല. അതായത് നമ്മുടെ OnePlus 9 അതോടൊപ്പം 9 Proയിലും കണ്ട രീതിയിലൊന്നും പതിയുന്നില്ല. ചെറുതായിട്ട് മാത്രമേ ഫിംഗർ പ്രിൻ്റ് മാഗ്നറ്റ് ഈ ഒരു ഫോണിനകത്ത് എടുക്കുന്നുള്ളൂ. അതും ഇതിൻ്റെ ഒരു ഗുഡ് പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിസൈൻ വൈസിലും ബിൽഡ് ക്വാളിറ്റിയിലും ഞാൻ നല്ല ഇമ്പ്രസ്ഡ് ആണ്. നല്ലൊരു ഗ്ലാസ് ഫിനിഷ്, കോർണിംഗ് ആയിട്ടുള്ളൊരു ഡിസൈൻ, നല്ല കർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ എല്ലാം സൂപ്പർ തന്നെയാണ്. OnePlusൻ്റെ കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗം നല്ലൊരു ഫ്ലാറ്റ് എൻഡ് ആയിട്ടാണ് വരുന്നത്, താഴ്ഭാഗവും നല്ല ഫ്ലാറ്റ് എൻഡ് ആണ്. അപ്പോൾ കയ്യിലൊക്കെ വയ്ക്കാൻ നേരത്ത് എന്താ പറയുക, കയ്യിൽ നല്ല ഫിക്സ്ഡ് ആയിട്ട് നല്ല പിടിച്ച് വയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റും കമ്പനി വെച്ചിട്ടുണ്ട്. 6.62 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് കമ്പനി ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ആണ്. നല്ല ഒരു ബ്രൈറ്റ്നസ്സും നല്ലൊരു കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഡിസ്പ്ലേ ആണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. 120 Hz റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സ്മൂത്ത്നെസ്സും ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 120 Hz റീഫ്രഷ് റേറ്റ് നല്ല സ്മൂത്ത്നെസ് തന്നെ കിട്ടുന്നുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആണ്. നല്ല രീതിയിലുള്ള കളർ എൻഹാൻസ്മെൻറ്റ് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഗെയിംസിൻ്റെ കാര്യത്തിലോട്ട് നമ്മൾ കടക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ അത് സ്നാപ്ഡ്രാഗണിൻ്റെ 888 എന്ന് പറയുന്ന ഒരു 5nm 5G പ്രോസറാണ് നൽകിയിരിക്കുന്നത്. Adreno 660 ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. 12GB ഓഫ് റാമും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അത് കിട്ടുന്നുണ്ട്. ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്. ഈ ഒരു 888ൻ്റെ ചിപ്സെറ്റ് വരുമ്പോൾ തന്നെ വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ 5G സ്മാർട്ട് ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഹീറ്റ് ഇഷ്യൂ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഹീറ്റൊന്നും കിട്ടുന്നില്ല. നല്ല രീതിയിലുള്ള FPS നമുക്ക് കിട്ടുന്നുണ്ട്. മാക്സിമം നമുക്ക് ഇതിൻ്റെ FPS കിട്ടുന്നത് 90 FPS വരെ നമുക്ക് പുഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ മാക്സിമം ടോപ്പ് ഹീറ്റ് വന്നത് 41 ഡിഗ്രിയാണ്. അപ്പോൾ ചെറുതായിട്ടുള്ള ഹീറ്റേ ഉള്ളൂ. നമ്മുടെ Realme GT Neo 2ൻ്റെ അകത്ത് ഉണ്ട്. അത്ര വലിയ ഹീറ്റൊന്നും ഈ ഒരു ഫോണിൻ്റെ അകത്ത് കിട്ടുന്നില്ല. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു 50 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയും 16 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 4K to 30 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ നമുക്ക് നൽകിയിട്ടുണ്ട്. റിയർ ക്യാമറയിലെടുത്ത എല്ലാ ഫോട്ടോസും നല്ല പഞ്ചി, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത് നമ്മുടെ കളറോയ്സിൻ്റെ സ്റ്റോക്ക് ക്യാമറ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എന്താ പറയുക കളറ് എടുത്ത് കാണിക്കും ഈ ഒരു ഫോണിൻ്റെ അകത്ത്. അപ്പോൾ OnePlusൻ്റെ സ്റ്റോക്ക് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എടുത്തുള്ള ഫോട്ടോസ് ഞാൻ അടുത്ത റിവ്യൂവിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മാക്രോ ഫോട്ടോസിൻ്റെ കാര്യം പറയണ്ട, നല്ല രീതിയിലുള്ള ഫോട്ടോസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സോ ഓൾറെഡി ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയതൊരു 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. അതോടൊപ്പം നമുക്ക് USB Type-C അവരുടെ തന്നെ ഒരു റെഡ് കേബിളും കൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതും നല്ല കാര്യം തന്നെയാണ്. 65 വാട്ടിൻ്റെ ചാർജിങ് എന്ന് പറയുമ്പോൾ ഏകദേശം 29 മിനിറ്റ് മാത്രമേ നമ്മുടെ സ്മാർട്ട് ഫോൺ ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. 4500 mAh ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. ബട്ട് നമുക്ക് 3.5 ഓഡിയോ ജാക്ക് ലഭിക്കുന്നില്ല. അതും ഒരു ബാക്ക്വേർഡായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ആൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ഈ ഫോണിന് നൽകുന്നുണ്ട്. 8.3 mm തിക്നെസ് ആണ്, അത് ഞാൻ പറയാൻ മറന്നുപോയ കാര്യമാണ്. പിന്നെ വെയിറ്റ് വരുന്നത് 198 ഗ്രാമിൻ്റെ ഒരു വെയിറ്റുള്ളൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കളർ വോയിസ് മാറാം, വെയിറ്റ് മാറ്റുന്നതായിരിക്കും. അതൊക്കെ അവർ തീരുമാനിക്കും, എന്തായാലും അറിയില്ല. ഈവൻ ചൈനീസ് വേരിയൻറ്റ് എനിക്ക് നല്ല ഇമ്പ്രസ്ഡ് ആണ്. കളർ വോയിസ് ആണെങ്കിലും പിന്നെ കുഴപ്പമില്ല, അവരുടെ നല്ല എന്താ പറയുക കളർ വോയിസ് മെയിനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു ഫോണിനകത്തുള്ള കളർ വോയിസ് നല്ല രീതിയിലുള്ള ഒരു പഞ്ചി കളർ വോയിസ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. 120 Hz എല്ലാം വെച്ച് നല്ലൊരു രീതിയിലുള്ള കളർ വോയിസ് ആണ്. ബട്ട് കളറൊക്കെ ഇതിൻ്റെ അകത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 5G ബാൻഡ് 9 എണ്ണമാണ് വരുന്നത്. അതും ഇതിൻ്റെ ഒരു നല്ല കാര്യം തന്നെയാണ്. ബട്ട് ഇന്ത്യയിൽ നമുക്ക് 5G ലഭിക്കുന്നില്ല. പിന്നെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കളർ വോയിസിന് വേണ്ടിയുള്ളതാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്സിജൻ വോയിസും ഈ ഒരു ഫീച്ചർ കൊണ്ടുവരുന്നതാണ്. മൾട്ടി വിൻഡോയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമുക്ക് പറ്റുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ ടാസ്ക് ബാറിൽ തന്നെ നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഏകദേശം 440 യൂറോസാണ് യൂറോപ്പിൽ വരുന്നത്. ചൈനയിൽ ഏകദേശം 299 യുവാൻ. അപ്പോൾ ടോട്ടലി 250 അല്ല 399 യുവാനാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ വരെ നോക്കുകയാണെങ്കിൽ 38,000 രൂപയാണ് ഈ ഒരു പ്രൈസ് നമ്മൾ ഇന്ത്യൻ സെഗ്മെൻറ്റിലോട്ട് മാറ്റുമ്പോൾ വരുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അണ്ടിൽ ദെൻ ദിസ് ഈസ് ആത്യൻ സൈനിങ് ഓഫ്. ബൈ. മറ്റൊരു വീഡിയോ കണ്ടുകൂട്ടാം.